സോ യെസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഫൈനലി എനിക്ക് നല്ല ഒരു സജഷൻ ആണ് ഈ ഒരു സിനിമ. ലാപത ലേഡീസ്. നിങ്ങളാരും ശ്രദ്ധിച്ച് കാണുമായിരിക്കില്ല, കാരണം അത്ര വലിയ മാർക്കറ്റിംഗ് ഒന്നും ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല. ബട്ട് ഇതിൻ്റെ ട്രെയിലർ നിങ്ങളത് കാണണം. അത് മതി നിങ്ങൾക്ക് ഈ സിനിമ കാണാനുള്ള ഇൻസ്പിറേഷൻ കിട്ടാനായിട്ട്. ഈ ഒരു റിവ്യൂ മുഴുവൻ കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാച്ച് ദ ട്രെയിലർ. ഞാൻ ഈ ട്രെയിലർ കണ്ടു, അപ്പോൾ തന്നെ തപ്പി എവിടെ കാണാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചു, സാധനം കണ്ടു. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ലാത്ത പടം. കിരൺ റാവു ആണ് ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് ഹീ ഈസ് എ റിനൗഡ് ഡയറക്ടർ. കാരണം ഇതുപോലെ വർക്ക്സ് മുൻപേ ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, ആളുടെ കഴിവ്, പ്രതിഭ ആൾ തെളിയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിലും പ്രത്യേകിച്ച് ആൾ തെളിയിച്ചിട്ടുണ്ട്. ആൻഡ് അമീർ ഖാൻ പ്രൊഡക്ഷൻസ് ആണ് ഫിനാൻഷ്യലി ഹെൽപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ വർക്ക് മുഴുവൻ അവരാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. യെസ്, അമീർ ഖാൻ എന്ന നടൻ്റെ അടിയിൽ വരുന്ന അമീർ ഖാൻ പ്രൊഡക്ഷൻസ് ഉണ്ട്. എന്നാൽ കക്ഷിക്ക് ഈ സിനിമയിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. സിനിമ സംസാരിക്കുന്നത് ലാപത ലേഡീസ്, ആ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് ലോസ്റ്റ് ലേഡീസ്. കാരണം ട്രെയിലർ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറുക്കനായ ദീപക്കിന് തൻ്റെ എന്താ പറയുക ഭാര്യയെ നഷ്ടപ്പെടും. മരിക്കുക അങ്ങനെയൊന്നുമല്ല, ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കഥയാണ്. സോ അവിടുത്തെ കല്യാണ രീതി അറിയാമല്ല, ഒരു പെണ്ണിങ്ങനെ ഒരു വീൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല, ഒരു തുണി മുഖം മറച്ചിട്ടാണല്ലോ അവർ വീട്ടിലേക്ക് കയറി വരുന്നത്. ഈ കക്ഷി പെണ്ണ് കെട്ടി വരുന്ന ഒരു കുഗ്രാമം, വേറെ ഒരു ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നാണ്. സോ ട്രെയിനിൽ വച്ചിട്ട് ട്രെയിനിൽ ഒരു യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റിൽ വേറെയും 2 ന്യൂലി വെഡ് കപ്പിൾസ് ഉണ്ടായിരുന്നു. അവരും ഇതേ എന്താ പറയുക, അവരുടെ ഭാര്യമാരും ഇതേ ചുവന്ന ആ ഒരു പട്ട കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. അവരും കല്യാണം കഴിഞ്ഞവർ അവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. സോ ദീപക്കിന് തൻ്റെ ഭാര്യ എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് അറിയാതെ. ആളുടെ സ്റ്റേഷനിൽ എത്തുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീക്കണു. അങ്ങനെ എന്താ പറയുക കിട്ടിയതൊക്കെ ഒരുത്തി വിളിച്ചിട്ട് അപ്പോൾ വീട്ടിൽ പോകാൻ സ്ഥലമെത്തി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടി വീട്ടിലേക്ക് എത്തിയിട്ട് ആ ഒരു തട്ടം പൊന്തിക്കുമ്പോഴാണ് മനസ്സിലാവും, അയ്യോ ഭാര്യ മാറിപ്പോയി, പെണ്ണ് മാറിപ്പോയി എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ്. ചിരിക്കാൻ നല്ല ഇഷ്ടം പോലെ വകുപ്പുണ്ട്. ആൻഡ് ചെറിയ മിസ്റ്റീരിയസും കൂടി വെക്കുന്നുണ്ട്. കാരണം ജയ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതാണ് എന്താ പറയുക മിസ്പ്ലേസ് ചെയ്ത് വരുന്ന ദീപക്കിൻ്റെ കൂടെ വരുന്ന ആ ഒരു പെണ്ണിൻ്റെ പേര്. കക്ഷിയുടെ ചുറ്റും ഒരു മിസ്റ്ററി നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ പോലീസ് പോകുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, നമ്മളിങ്ങനെ ടോട്ടലി എൻഗേജ്ഡ് ആയിരിക്കും ഒരു മൂവിയിൽ. ആൻഡ് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ സിനിമയിൽ ഒരു ഭാഗം പോലും നെഗറ്റീവായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ ഒരു തരി പോലും ഇല്ല. ക്ലൈമാക്സ് ശരിക്കും നമ്മൾ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു പോകും, ഇഷ്ടപ്പെട്ടു പോകും. നല്ല ഒരു ഹാപ്പി എൻഡിങ് മൂവി. എന്താ പറയുക, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ദീപകിന് തൻ്റെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാതെ പോയ തൻ്റെ ഫൂൽ എന്ന് പറയുന്ന ആ ഭാര്യയെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കക്ഷി മുഖത്ത് ആ പ്രസന്നതയും റൊമാൻസും ഒക്കെ വരുമ്പോൾ എന്താ പറയുക, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം സാധാരണക്കാരാണ് തോന്നുന്നു. കാരണം അത്ര വലിയ ഞാൻ സിനിമകളൊന്നും കണ്ടിട്ടില്ല അവരെ. ഒന്നാമത് ഹിന്ദി പടങ്ങളൊക്കെ കാണുമ്പോൾ സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞ പടങ്ങളൊക്കെ കാണാറ്. സോ ദേ ഹാവ് ഷോഡ് ദിയർ ആക്ടിങ് എബിലിറ്റീസ്. നടിയായിരുന്നു, നടനായിരുന്നു, കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരായിരുന്നു വൺ ഓഫ് എ ക്ലാസ്. ആൻഡ് ഈ ഗ്രാമം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അധികം ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ലെങ്കിൽ കൂടി അവർ താമസിക്കുന്ന വീടും പിന്നെ പറമ്പും അതൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. എന്തോ ആ സ്ഥലമൊക്കെ ഒന്നും കാണാൻ തോന്നി. ആൻഡ് ബിഗ് ഹാറ്റ്സ് ടു എൻജോയ് ടീം, എസ്പെഷ്യലി കിരൺ റാവു. ഒരു രക്ഷയില്ല ഗൈസ്, നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് ലാപത ലേഡീസ്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പിന്നെ ട്രെയിലർ കുറച്ച് ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം കോമഡിയാണ്. കാരണം ഇതിലെ പോലീസുകാരൻ ചെയ്യുന്ന ചില കോമഡി കസർത്തുകളൊക്കെ ഉണ്ട്. ദീപക്ക് തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസിലേക്ക് പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ കാണിക്കാൻ പറയുമ്പോൾ ഇങ്ങേരുടെ ഭാര്യ എടുക്കുന്ന ഫോട്ടോ കാണിക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോയിൽ ഇങ്ങേരുടെ ഭാര്യ ഫുൾ എന്താ പറയുക ആ ഒരു തട്ടിട്ടിട്ടാണ് നിൽക്കുന്നത്. സോ കാണാൻ പറ്റില്ല കക്ഷിയുടെ മുഖം. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്ന ഡയലോഗും റിയാക്ഷൻസൊക്കെ ഉണ്ട്. എന്താ പറയുക, ട്രോളാന്ന് പറയില്ലേ, അതല്ല അസല ട്രോളിങ്. രസമുണ്ട്. തുടക്കം മുതൽ അവസാനം വെച്ചിരിക്കാനുള്ള വകുപ്പുണ്ട്, ക്ലൈമാക്സ് വെച്ചിരിക്കാനുള്ള വകുപ്പുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മിസ്റ്റീരിയസ് പ്രണയം വേറെയുണ്ട്. എല്ലാം നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമ. തപ്പിപ്പിടിച്ച് നിങ്ങൾ കണ്ടോണം ഈ ഒരു സിനിമ ലാപത ലേഡീസ്. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ
എന്താ പറയുക ചേർത്ത് ഇണക്കി പ്രചോദനം ചെയ്യിപ്പിക്കേണ്ട ചില ഡയറക്ടേഴ്സ് എനിക്ക് റണ്ടറാവും. സോ ഗൈസ്, ഹെഡ് നമ്മുടെ തിയേറ്റേഴ്സിൽ അധികം ഒന്നും പ്ലേ ചെയ്യുന്നില്ല. ബട്ട് ഇതിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിനാണ് ലഭിച്ചിരിക്കുന്നത്. സോ ആഫ്റ്റർ 47 days or 45 days നെറ്റ്ഫ്ലിക്സിൽ വരും. മാർച്ച് 1 റിലീസ്. സോ ഇറ്റ്സ് ഓൺലി 14 days നോ. ഇനി കുറച്ച് സമയം കാത്തിരിക്കണം. പക്ഷേ നിങ്ങളുടെ എന്താ പറയുക ന്യൂലി വെഡ് അല്ലെങ്കിൽ കപ്പിൾസിനോടുകൂടി കാണാൻ പറ്റിയ നല്ലൊരു സിനിമ, കപ്പിൾസ് അല്ലെങ്കിൽ കൂടി നിങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയുണ്ട്. കാരണം ഇതിൽ ഒരു സബ്ജക്റ്റ് വുമൺഹുഡ്, അവർ മുൻപന്തിയിലേക്ക് വരണം, പിന്നെ അവർ സഹായിക്കണം, അതുപോലെ ചെറിയൊരു സോഷ്യൽ മെസ്സേജും കൂടി തരുന്നുണ്ട് ഈ ഒരു സിനിമ. അറ്റ് ലാസ്റ്റ് ആ പോലീസ് സഹായിക്കുന്ന രീതിയും നിയമത്തെക്കുറിച്ച് പറയുന്ന രീതിയും ഡെമോക്രസി എന്ന് പറയുന്ന ആ തോന്നിവാസത്തെക്കുറിച്ച് വർണ്ണിക്കപ്പെടുന്ന ആ ഡയലോഗ്സൊക്കെ നല്ല കേട്ടിരുന്ന് പോകും. സംഭവം ഫുള്ള് ഹിന്ദിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. സോ ഗൈസ്, സ്കൂളിൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ലാ പത്താ ലേഡീസ് അടിപൊളി പടമാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ട്രെയിലർ ഒന്ന് പോയി കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് ഇത്രയും വാചാലനാകുന്നത്. സോ ഗൈസ്, എൻ്റെ എനർജി തീർന്നു. ഞാൻ വേറെ മൂവി റിവ്യൂമായിട്ട് വരാം. അൻറ്റിൽ ദെൻ do watch this movie and type your comments below on watching this movie. So guys, stay tuned and I'll be coming back നേരത്തെ പറഞ്ഞ ഡയലോഗിൽ. So guys, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ആൻഡ് ബൈ ദ വേ, ലോഗ്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് എന്തുവാണ് സംഭവം, കക്ഷിയുടെ ഫുൾ പാട്ടുകൾ അടിപൊളി. കക്ഷിയുടെ പാട്ട് ഞാൻ കണ്ടുപിടിച്ചത് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. ഞാൻ തപ്പി പിടിച്ച് കക്ഷിയുടെ ചാനലിൽ ചെന്നപ്പോൾ എല്ലാതും ഒരു വൈബുള്ള നല്ല പാട്ടുകൾ. എസ്പെഷ്യലി മെമ്മറി റീബൂട്ട് ആ ഒരു പാട്ടിന് വെച്ചിട്ടാണ് കക്ഷിനെ ചേസ് ചെയ്ത് പോയത്. ഈ ഒരു പാട്ട് കിട്ടി, ഡാൻസ് ഓൺ ദ മൂൺ, പിന്നെ സ്റ്റേ ഫോക്കസ്, ലോ എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ നല്ല പാട്ടുകളുണ്ട്. സോ ഇഫ് യു ഗൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ടു ഹിം ആസ് വെൽ. ഹിന്ദിയിലൊന്നുമല്ല, ടൈപ്പാണ്, പക്ഷേ നല്ല വൈബിൾസ് പാട്ടുകളാണ്. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. Stay tuned.